ആർട്ടിസ്റ്റുകളാണ് വരാനുള്ളത്. വിളിച്ചു നോക്കാം. ഹലോ ഹലോ, എടാ നീ ഇത് എവിടെയാണ് സുഭാഷ്? നാടകം തുടങ്ങണ്ടേ? ആൾക്കാർ ബഹളം ഉണ്ടാക്കി തുടങ്ങി. ആശാനെ, ഞാൻ 250 ചാക്കിന്റെ വാർക്കം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കേറിയുള്ളൂ. അയ്യോ, അപ്പൊ ഇന്നും താമസിക്കും. എന്റെ പൊന്ന് സുഭാഷെ, താമസിച്ചാലും കുഴപ്പമില്ല. നീ നല്ലോണം തേച്ചൊരച്ച് കുളിച്ച് കയ്യിലും കാലിലും കിട്ടി എണ്ണയൊക്കെ പെട്ടെങ്കിൽ വന്നാ മതി. ആശാനെ, എടാ കഴിഞ്ഞ സ്റ്റേജിൽ സൈനാഥുവിന്റെ കയ്യിലും കാലിലും സിമെന്റിൽ നിന്നും പറഞ്ഞു എന്നാ കൂവായിരുന്നു. പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് മറ നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ഇടയ്ക്ക് വന്ന് കൂടിക്കോളാം. ഇടക്ക് വന്ന് കൂടാൻ ഇതെന്നാടാ പറമ്പിപ്പണിയാണോ? ഇവിടെ പെട്ടെന്ന് വേണം, നാടൻ തുടങ്ങാൻ ആൾക്കാർ വിഷയം ഉണ്ടാക്കി തുടങ്ങണം. ഞങ്ങൾ വന്നോളാം. ഉമ്മാര് താമസം വന്ന് ബാക്കിയുള്ളതിന് കുരിശൊക്കെ ഏറ്റു. അയ്യോ, കമ്മറ്റിക്കാരൻ ഇത്ര രൂക്ഷമായിട്ട് നോക്കണല്ല. ഞാൻ ഈ പരിസരത്ത് നാടകം കളിച്ചിട്ടില്ല. നിങ്ങളെ എനിക്ക് എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ. അത് ഞാനല്ല. അല്ല, നിങ്ങൾ എനിക്ക് എവിടെയോ നെറ്റിയടിച്ച് മുഴപ്പിക്കണ്ട. അത് ഞാനല്ലേ, ഞാൻ പുതുമുഖാണ്. അപ്പൊ എത്ര വർഷമായി ഫീൽഡില്? 35 വർഷം. 35 വർഷമായി പുതുമുഖം. ഈ നാടകത്തിൽ ഞാൻ പുതിയ എന്ന് പറഞ്ഞായിരുന്നു. ശരിക്കും ഈ താങ്കളുടെ അച്ഛൻ എന്തായിരുന്നു പരിപാടി? അച്ഛൻ നാടകത്തിലല്ലായിരുന്നു. അച്ഛൻ നാടകത്തിലായിരുന്നു? പിന്നെ ഏത് ട്രൂപ്പിലായിരുന്നു? ട്രൂപ്പിലോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ അച്ഛൻ നാടകത്തിലായിരുന്നു? അയ്യോ, നാടകത്തിലല്ല, നാടകുത്തലി. ഈ പള്ളിപ്പറമ്പിലും അമ്പലപ്പറമ്പിലൊക്കെ നീ നാടകുത്തുന്ന ഒരു പരിപാടിയുണ്ട്. ഓരോരുത്തർക്കും ഓരോ ജോലിയല്ലേ, ഇല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് സമയം ഒരുപാടായി, നമുക്ക് നാടകം തുടങ്ങണം. എന്തിന്? ഞാൻ കുറച്ചു നേരം കൊണ്ട് കഥയൊക്കെ പറഞ്ഞിരിക്കാന്ന്. അല്ലെന്ത് തുടങ്ങണം? ഒരു 5 പേര് കൂടെ വന്നാൽ നമുക്ക് തുടങ്ങാം. 5 പേരോടെ വന്നാലോ? അല്ല, ഒരു 5 പേരും കൂടെ ഓഡിയൻസ് വന്നാൽ അത്രയും കരഘോഷം കിട്ടുമല്ലോ. സംഭവം ശരിയാണ്. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. എന്താണ്? ഈ പരിപാടിക്ക് പോയി അനുമോദനങ്ങളൊക്കെ ഒരുപാട് വെട്ടിയാർ പള്ളി പെരുന്നാളിന് നാടകം കഴിഞ്ഞതും കൈപ്പാനും കഴിക്കാനും കൂടെ ഇങ്ങനെ കേറി വന്നിട്ട് എന്നെ എടുത്തിട്ട് അങ്ങ് അനുമോദിക്കും. ഒന്ന് കപ്പ്യാരെടുത്ത് അനുമോദിക്കും, പിന്നെ കഴിക്കാനിട്ട് കൊടുക്കും, കഴിക്കാൻ അനുമോദിക്കും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അനുമോദിച്ചു. അനുമോദത്തിന്റെ റൂട്ട് അങ്ങ് കേറി വന്നപ്പം ഞാൻ നൈസായിട്ട് ഒരു ഗ്രീൻ റൂമിൽ കയറി. സെലിബ്രിറ്റികൾ അങ്ങനെയാണ് മാറിക്കളയും. പക്ഷെ ഗ്രീൻ റൂമിലൊക്കെ ഒരു കൂട്ടാൾക്കാർ ഇറച്ചി കയറി, ഒരുപാട് അനുമോദനം. അതിനിടയ്ക്ക് കമ്മിറ്റി കൺവീനറാണെന്ന് തോന്നുന്നു, നിലച്ചിരിക്കാതെ പുറകിന്നൊരു അനുമോദനം. അത് ചെറുതായിട്ടൊന്ന് ഏറ്റു. പക്ഷെ എന്നെ അനുമോദനം കൊണ്ട് പള്ളിക്കൊരു ഗുണമുണ്ടായി. അവിടെ 2 വിഭാഗക്കാർ തമ്മിൽ തർക്കമുള്ള പള്ളിയായിരുന്നു. ഇവരെല്ലാം കൂടി ഇറച്ചി കയറി എന്നെ അനുമോദിച്ചപ്പോൾ അവരുടെ തർക്കം തീർന്നു. ഇപ്പൊ തർക്കമുള്ള എല്ലാ പള്ളിന്നും എല്ലാ നാടകത്തിനും എങ്ങനെ പോകാൻ? മാസത്തിൽ 2 നാടകവും അതിന്റെ അനുമോദനം കഴിഞ്ഞിട്ട് സമയം കിട്ടി. നമുക്ക് സമയം ഒരുപാട്, നമുക്ക് ഈ പരിപാടി തുടങ്ങിയേക്കാം. ഇപ്പൊ തുടങ്ങണോ? ഇല്ല, തുടങ്ങണം. അത് മൊത്തം പ്രശ്നമാണ്. ഞാൻ നിങ്ങളെ ഒന്ന് സ്വാഗതം ചെയ്തേക്കാം. നമുക്ക് ഈ പരിപാടി തുടങ്ങിയേക്കാം. കാണുന്നില്ല, 5 പേരാ. പ്രിയമുള്ള കലാസ്നേഹികളെ, നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ വേദികളിലും ഇവർക്ക് കിട്ടാറുള്ള ആ അനുമോദനവും പ്രോത്സാഹനവും നമ്മുടെ ഇടവകയും ഇവർക്ക് കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. അതെ, പ്രോത്സാഹനം അനുമോദനം വിളിച്ചു പറഞ്ഞ് മേടിക്കണോ? തന്നവര് തന്നിട്ട് പോട്ടെ. അല്ല, അതല്ല, ഇവിടെ പറഞ്ഞില്ലേലും ഈ ഇടവകയിൽ നിന്ന് തരും. അങ്ങനത്തെ ഒരു ഇടവക്കാരത്. പ്രിയമുള്ള കലാസ്നേഹികളെ, മറ്റൊരു അറിയിപ്പ്. നാടകം പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോകാവുള്ളൂ. എന്തിനീ പിടിവാശി? അങ്ങനെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകെടുത്തോ? അവര് പോണവര് പോട്ടെ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നമുക്കേ എന്തായാലും പരിപാടി തുടങ്ങാം. സമയം പോയി. സമയം കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങിയാ പോരെ? ഇല്ലെന്ന് നോട്ടീസ് പിടിച്ചത് നിങ്ങൾ. പരിപാടി സമയം പോയി ആണല്ലേ? പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. പരിശുദ്ധവും പരിപാവനവുമായ എത്ര സെന്റ് പറഞ്ഞു വരട്ടെ. അയ്യോ, വല്ല ദേവീക്ഷേത്രത്തിലും പരിപാടി പിടിക്കേണ്ട കേസുണ്ടായിരുന്നു. ഇത് മുഴുവൻ അക്ഷരത്തെറ്റാണ്. പ്രൂഫ് നോക്കാതെ അച്ചടിച്ച് വെച്ചിരിക്കുന്നു. ഒരുപാട് തെറ്റ്. ഞാൻ പ്രൂഫ് നോക്കിയിട്ടാണുള്ളത്. തെറ്റാണ്. ആണോ? പിന്നെ ഞാൻ വായിച്ചു നോക്കട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ സെന്റ് സെബസ്റ്റ്യാൻ ഓഫ് ചർച്ചിലെ തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് നാടകം അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന ഈ കമ്മിറ്റിക്കാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. അച്ഛനെ എന്നെ ബൂസ്റ്റ് ചെയ്യ പ്രസിഡന്റ്. അച്ഛനെ എന്നെ ബൂസ്റ്റ് ചെയ്യും. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നാടകം ബുക്ക് ചെയ്യാൻ ഞങ്ങളെ ഏറെ സഹായിച്ച പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ കൂട്ടർ സ്റ്റാർട്ടാക്കിയല്ലെന്ന് അച്ഛന്റെ പേരൊന്ന് സ്റ്റാർട്ടാക്കി നോക്കിയതാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, ഈ അച്ഛൻ ഇടവകയിൽ എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ? 7 പഞ്ചായത്തിലും ബ്ലോക്കിലും അറിയാം. പിന്നെ എന്തിനാ അച്ഛന്റെ പേര്
പറഞ്ഞ് നാക്കൊടുക്കണം. നാക്കുടുക്കണമെന്നോ? നാണം കേടുണ്ടാക്കണം. അത് വേണ്ട, അച്ഛൻ നാണക്കേട് വേണ്ട. പറയേണ്ട കാര്യമില്ല. വേണ്ട, വേണ്ട, ബാക്കി പറഞ്ഞു. അതെ, നാടകം തുടങ്ങുന്നതിന് മുമ്പേ ഒരു 2 അടിച്ചാൽ ഒരു മൂട് കിട്ടിയത്. പറയണ്ടേ? സാധനം എന്റെ അടുത്ത് ഇരിക്കുമല്ലേ, ഇഷ്ടം പോലെ ഇരിക്കുമല്ലേ. അയ്യോ, പ്രിയമുള്ളവരെ, വിശിഷ്യ അച്ഛനും ദിപ്പതി വിടുന്നത് അങ്ങോട്ട് പോയ ചേട്ടനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. നാടകത്തിന്റെ പേരാണ് സ്വയംഭം സാധനം. സ്വയംഭം സാധനം. സോറി പറ. പ്രിയമുള്ളവരെ, എക്സ്ട്രീംലി സോറി. നാടകത്തിന്റെ പേരാണ് തടവറ തേങ്ങൽ അഥവാ ക്രൈയിങ് പ്രിസൺ. കഥാസാരം: റോമ സാമ്രാജ്യം, നീറോ ചക്രവർത്തിയുടെ ഒരുപാട് സൈന്യവും പട്ടാളവും മന്ത്രിയും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് ഈ യുദ്ധഭൂമിയിൽ നീറോ ചക്രവർത്തി ഒറ്റക്കാണ്. വരുന്ന ഓരോ കാറിലും ജീപ്പിലും ബൈക്കിലും സ്കൂട്ടറിലും എല്ലാം തന്റെ അനുയായികൾ 5 പേരും ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ നീറോ ചക്രവർത്തി യുദ്ധകാഹളം ഊതുകയാണ്. ഒരു വശത്ത് നാട്ടുകാർ, മറുവശത്ത് കമ്മിറ്റിക്കാർ. കമ്മിറ്റിക്കാരോ? അല്ല, ശത്രുസൈന്യം. ഇതിന്റെ ഇടയിൽ കിടന്ന് വിങ്ങിപ്പൊട്ടുന്ന നീറോ ചക്രവർത്തി. അയ്യോ, ലോണെടുത്തു തുടങ്ങിയ സാമ്രാജ്യം ഇന്ന് നാടകത്തിന് മുമ്പേ കത്തിച്ചാമ്പലാകുമെന്ന പ്രതീക്ഷയിൽ നീറോ ചക്രവർത്തി ഈ യുദ്ധഭൂമിയിൽ നിന്ന് നൈസായിട്ട് മുങ്ങുകയാണ്. എവിടെ രക്ഷപ്പെടാൻ? ഏതോ കരാളവസ്ത്രം നീറോയെ പിടികൂടി. സത്യം പറയുന്നതാണ് ബുദ്ധി. അതാണ് ഞാനും പറഞ്ഞ. സത്യം പറ. നിന്റെ കഥാസാരം കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. പറയടാ, എന്താ പ്രശ്നം പറ. അതൊരു കുഴപ്പമുണ്ട്. അത് എനിക്ക് മനസ്സിലായി. എന്താ കുഴപ്പം പറ. 5 ആർട്ടിസ്റ്റുകൾ വന്നിട്ടില്ല. 5 ആർട്ടിസ്റ്റുകൾ വന്നില്ലേ? അപ്പൊ എത്ര ആർട്ടിസ്റ്റുണ്ട് തന്റെ നാടകത്തില്? 6 പേര്. നീറോ ഒറ്റക്കാന്ന് ഞാൻ കഥാസാരത്തിൽ സൂചിപ്പിച്ചായിരുന്നു. കേട്ടായിരുന്നു, പക്ഷെ അത് അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ആണല്ലേ? പരിപാടി മര്യാദക്ക് കളിച്ചോ? ആൾക്കാരെല്ലാം ഇവിടെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. അല്ല, കുറച്ച് സമയം കിട്ടിയാൽ നമുക്ക് പരിപാടി നടത്താം. ശരി, സമയം തരാം. എത്ര സമയം വേണം? അടുത്ത ഞായറാഴ്ച. അപ്പൊ ഈ നാടകം നടക്കിയല്ല? ആണോ? നടക്കിയല്ല? ഉറപ്പാണ്? എന്നാ ഇഞ്ഞു വന്നേ, നിന്റെ ആ കഥയെങ്കിലും ഒന്ന് പറ. അതെങ്കിലും കേക്കട്ടെ. പൈസ ഞാൻ തന്നോളാം. പറഞ്ഞു. നീറോ ഒറ്റക്കാണെന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. അത് എനിക്ക് നേരത്തെ മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ അയൽ രാജ്യത്തെ ഈ ശത്രു സൈന്യാധിപൻ ഏകദേശം ഒരു 6 അടി പൊക്കം വരും അല്ലേ? 6 അടിയുണ്ട്. പുള്ളി വന്നിട്ട് നീറോയെ സൂത്രത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് എന്തോ പറയാണെന്ന് വാചകന്റെ തന്ത്രത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ തുറുങ്കല് തുറന്നിട്ടുണ്ട്. തടവറ തുറന്നിട്ട് പുള്ളിനെ അതിനകത്ത് കയറ്റും. എന്നിട്ട് പുറത്തുനിന്ന് പൂട്ടിക്കളയും. കൂട്ടിയിട്ടുണ്ട്. ഇനി പറ, നിന്റെ നാടകത്തിന്റെ പേരെന്നാ? നിന്റെ നാടകത്തിന്റെ പേരെന്നാ പറ. ക്രൈയിങ് പ്രിസൺ. മലയാളത്തിൽ പറയടാ. തടവറയിലെ തേങ്ങൽ. ഇപ്പോഴാണ് ഇവന്റെ നാടകത്തിന്റെ പേര് കറക്റ്റ് ആയത്. തടവറയിലെ തേങ്ങൽ.